യുഎസിലെ ടെക്സസിലെ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 100 കടന്നു എന്നൊരു സങ്കടകരമായ റിപ്പോർട്ടാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് അക്ഷയ് കൂടെ ചേരുകയാണ്. അക്ഷയ്, വലിയ രീതിയിലുള്ള ഗുഡ് മോർണിംഗ്. വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കമായിരുന്നു. ആ വെള്ളപ്പൊക്കത്തിൽ മരണസംഖ്യ ഉയരുന്നു എന്നുള്ള ഖേദകരമായ സംഭവമാണ് ഇപ്പോഴുള്ളത്. 100 കടക്കുന്നു. 104 എന്ന മരണസംഖ്യ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കെയർ കൗണ്ടിയിൽ മാത്രം കുട്ടികളടക്കം 84 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. വലിയ ആശങ്കയുളവാക്കുന്ന സാഹചര്യമാണ് ടെക്സസിലേത്. അതെ വിൻഷ, ഇപ്പോൾ ടെക്സസിലുണ്ടായിട്ടുള്ള മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുന്നു എന്നുള്ള ഒരു സങ്കടകരമായിട്ടുള്ള വാർത്തയാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. അതായത് 104 ആണിപ്പോൾ മരണസംഖ്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ കുട്ടികളടക്കം 84 പേരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ വെള്ളിയാഴ്ചയോടുകൂടി കനത്ത മഴ തുടർന്ന് ഗ്വാഡലൂപ്പ് നദി കരകവിഞ്ഞൊഴുകുകയായിരുന്നു. ഇതിനുശേഷം വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ, മനുഷ്യജീവന് തന്നെ ഹാനി സംഭവിക്കുന്ന തരത്തിലേക്കെല്ലാം നിയന്ത്രണാതീതമായിട്ട് ടെക്സസിലെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയായിരുന്നു. എന്തായാലും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സങ്കടകരമായിട്ട് മരണസംഖ്യ ഉയരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഇപ്പോൾ വലിയ വിമർശനമാണ് ഈ ഒരു സംഭവത്തിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയൊക്കെ ഉയരുന്നത്. കഴിഞ്ഞ ദിവസം ട്രംപിൻ്റെ ഭാര്യ എക്സിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ഈ ടെക്സസ് പ്രളയത്തിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചും അതുപോലെ തന്നെ ഈ പ്രളയ ദുരിതം അനുഭവിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളെയൊക്കെ താൻ ഈ നിമിഷം ഓർക്കുന്നു, അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നെല്ലാമായിരുന്നു ഈ പോസ്റ്റ്. ഈ പോസ്റ്റിന് പിന്നാലെ വലിയ വിമർശനമാണ് ട്രംപിനും ഭാര്യയ്ക്കുമെതിരെ ഉയർന്നത്. പ്രത്യേകിച്ച് ട്രംപിൻ്റെ ഈ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലൊക്കെ ഇതിൽ പരാമർശിക്കുകയുണ്ടായി. അതായത് ഈ ബില്ലിനെ തുടർന്ന് ഈ ജനങ്ങളുടെ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് അടക്കമുള്ള കാര്യങ്ങളുടെ എല്ലാം ഫണ്ട് വെട്ടിക്കുറയ്ക്കുകയുണ്ടായി. ഇത് ഈ കാലാവസ്ഥ പ്രവചനത്തെയും അതുപോലെ തന്നെ ഈ പ്രളയത്തെ ശേഷമുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെയൊക്കെ ഈ ഫണ്ട് വെട്ടിക്കുറയ്ക്കൽ വലിയ തോതിൽ ബാധിച്ചു എന്നുള്ള വിമർശനങ്ങൾ, ഇത് ട്രംപ് വരുത്തിവെച്ച ഒരു പ്രളയമാണ്, ഇതിൽ ട്രംപിനും ഈ മരണസംഖ്യ ഉയരുന്നതിൽ ട്രംപിനും പങ്കുണ്ട് എന്നൊക്കെ തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നത്. എന്തായാലും ഇപ്പോൾ മരണസംഖ്യ ഉയർന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ടെക്സസിലെ ഭൂപ്രകൃതി കൂടി ഇതിനൊരു കാരണമായിട്ടുണ്ട്. അത് ഒരു മാസം ലഭിക്കേണ്ട മഴ കേവലം മണിക്കൂറുകൾക്കുള്ളിൽ ലഭിച്ചു. അത്രത്തോളം വലിയ മഴയാണ് ടെക്സസിൽ ഉണ്ടായത്. ഈ നമ്മുടെ ടെക്സസ് എന്ന് പറയുന്ന പ്രദേശം ചില ഭാഗങ്ങൾ മലയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ മണ്ണ് ജലത്തെ ആഗിരണം ചെയ്യാനായിട്ട് ഇവിടുത്തെ മണ്ണിന് സ്വാഭാവികമായിട്ടുള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ വെള്ളം പൊങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതെല്ലാം ഈ പ്രളയത്തിലേക്ക് നയിക്കാനായി കാരണമായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇനിയും മരണസംഖ്യ ഉയരുമെന്ന് തന്നെയുള്ള സങ്കടകരമായ വാർത്തകൾ വരാൻ സാധ്യതയുണ്ട് വരും മണിക്കൂറുകളിലും. എന്തായാലും ഇപ്പോൾ 104 കടന്നിരിക്കുകയാണ് ടെക്സസിലെ മരണസംഖ്യ. വിൻഷ.